ഇത് അമ്മയുടെ നമ്മുടെ പരിപാടിയിൽ വെച്ചിട്ടാണ്. ആ. ഈ എല്ലാവരും ആദരിക്കുന്നു. ആ, ആ. അപ്പൊ കളർഫുൾ ആയിട്ടുള്ള കസവിന്റെ പൊന്നാട, അതുപോലെ തന്നെ സാരി പോലത്തെ പൊന്നാട. അപ്പൊ ഇത് ഓരോരുത്തർക്ക് ഇടുമ്പോഴും പുള്ളി ഓരോ കൗണ്ടർ വെച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു നടൻ വന്നപ്പോൾ പറഞ്ഞു, നീ ഇത് നിന്റെ വീട്ടിൽ തന്നെ കൊണ്ടുപോകണം കേട്ടോ, അല്ലാതെ നിന്റെ കാമുകിക്ക് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞു. ഓരോരുത്തരുടെ ഇത് വെച്ചിട്ട്. ആ. അപ്പൊ മനോജ് കെ ജയന്റെ അടുത്ത് പറഞ്ഞു, നീ ഇത് വെച്ചിട്ട് ഷർട്ട് തയ്ച്ചിടരുതിട്ടാന്ന് പറഞ്ഞു. പുള്ളി ഇങ്ങനത്തെ ഷർട്ടുകളെ തയ്ക്കും. അപ്പൊ സലിയപ്പൻ ഈ പൊന്നാട എന്താണ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എങ്കിലും കസവൊക്കെ ഉണ്ട്. ആ അല്ല, എന്തായാലും ഒരു അവസരം, അത് വലിയ അവസരമാണ് എനിക്ക് കിട്ടിയത്. ആണ് ആണ് തീർച്ചയായിട്ടും. അപ്പൊ ഇത് ഈ പറഞ്ഞതൊക്കെ മറന്നു കളഞ്ഞേക്ക്, ഇത് ഏറ്റവും വാല്യൂ ഉള്ള ഒരു സംഭവമാണ്. തീർച്ചയായിട്ടും. അപ്പൊ ആ ഒരു വാല്യൂല് തന്നെ ഇന്ത്യയിൽ ഏറ്റവും വാല്യൂ ഉള്ള ഒരു നടന് നമ്മൾ ഇതൊന്ന് അണിയിക്കാൻ പോവാണ്. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഭാഗത്ത് നിന്നുള്ള ഞങ്ങളുടെ ഒരു സ്നേഹാദരം കൂടിയാണ് ടിൻഷേട്ടൻ ഈ അടുത്ത് അറിയിക്കുന്നത്. 2 ദിവസം മുമ്പ് നമുക്കൊരു ഫോട്ടോ ഷെയർ ചെയ്തിരുന്നു, ഷാറുഖ് ഖാനും സലിയപ്പനും കൂടി ഇരുന്നത്, SK and SRK എന്ന്. അത് ഇപ്പൊ എടുത്തിട്ട് എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. അത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര അത് ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ഒരു പ്രോഗ്രാമാണ്. കാരണം അന്ന് ഈ ബോഡി ഗാർഡ്സ് ഒക്കെ അന്നും രസമുണ്ടായിരുന്നു. അതായത് അതിനു മുമ്പ് മത്സരം നടന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാഷണൽ അവാർഡിന് വേണ്ടിയിട്ട് ഷാറുഖ് ഖാനും സലീം കുമാറും തമ്മിൽ. ഈ ബോഡി ഗാർഡ്സ് ഇങ്ങോട്ട് വന്നിട്ട് എല്ലാവരും അങ്ങോട്ട് പിടിച്ചു മാറ്റുക. സലിയപ്പനൊക്കെ മാറ്റുന്നുണ്ട്. അപ്പൊ സലീം കുമാർ അവിടെ ഇരുന്നിട്ട് പറയാണ്, അതെ നാഷണൽ അവാർഡ് കിട്ടിയാലും ഞാനാണ്. അങ്ങനെ ഓരോ സലിയപ്പന്റെ ഒപ്പമുള്ള ഇതും ഓരോ ഓർമ്മകൾ കൃത്യമായിട്ട് ഒരു പുസ്തകം പോലെ എനിക്ക് അതായത് പുറത്ത് സലിയപ്പൻ പോലും മറന്നുപോയ കാര്യങ്ങൾ എനിക്ക് എഴുതാനുള്ളുണ്ട്. അത്രയും. അപ്പോ അത് ദുബായിൽ വെച്ചല്ലേ? ആ ദുബായിൽ വെച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഞാൻ വീഡിയോ പുറത്തുണ്ട്. അപ്പൊ ഈ ബോഡി ഗാർഡ്സ് നോക്കുമ്പോഴേ ആരാന്ന് മനസ്സിലായി. പിന്നെ നോക്കുമ്പോ നടുക്ക് ഷാറുഖ് ഖാന്റെ ഒപ്പം നിൽക്കുക. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇദ്ദേഹമാണ് നാഷണൽ അവാർഡ് വിന്നർ എന്നുള്ളത്. അപ്പൊ ആ നാഷണൽ അവാർഡ് വിന്നറിന് എനിക്ക് കിട്ടിയ ഒരു അവസരമാണ്. ആ ഒരു അവസരം തന്നതിന് മൈൽ സ്റ്റോണിനും പ്രത്യേകം നന്ദി, മീരയ്ക്കും നന്ദി അർപ്പിക്കുന്നു. ഇവര് തന്നെ എല്ലാം നല്ലൊരു ഐഡിയ എടുക്കാം. സലീമേട്ടന ഇൻഷേട്ടനൊക്കെ ഇവിടെ എല്ലാത്തരക്കും മാറ്റി വെച്ച് ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ ഓടിയെത്തി. സലീമേട്ടന് വേണ്ടി താങ്ക് യു സോ മച്ച് ഇൻഷേട്ടാ. ഇനിയും സലീമേട്ടനോടൊപ്പം ഇങ്ങനെ നമുക്ക് കൂടാൻ പറ്റട്ടെ. കുറച്ച് രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. സമയം അറിയില്ല. ഇപ്പൊ ഇന്ന് പള്ളി പോയി തോന്നുന്നുണ്ട്. അപ്പൊ ഓടിപ്പോയിട്ടോ ഏട്ടാ. താങ്ക് യു സോ മച്ച്. പോയിട്ടാണ് സലീമേട്ടാ. ശിഷ്യര്, സഹയാത്രികർ, ഇങ്ങനെ ഓരോരുത്തർ ഈ ഒരു വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ വളരെ സന്തോഷമല്ലേ തോന്നുള്ളൂ. സത്യം. നമ്മൾ ഇങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ചിരുന്ന് സലീമേട്ടന്റെ കാര്യങ്ങള്, ഇതിന്റെ ഇടയിൽ ഒരു പെട്ടെന്നൊരു റാപ്പിഡ് ഫയർ റൗണ്ട് ഉണ്ടേ. ഞാൻ വീട്ടിൽ പെട്ടെന്ന് ചായ വരുന്നു. അടുത്ത പക്ഷെ റാപ്പിഡ് ഫയർ റൗണ്ടിന് മുമ്പ് ഒരാൾ വന്നിട്ടുണ്ട്. ഓക്കെ, ആരാത്? കേറി വായോ. ആരാത്? സലീമേട്ടോട് ഇരുന്നാ മതി. ആരാ നമുക്ക് നോക്കാം. ചക്കരേ, ശിഷ്യനാണോ? ഇവരൊക്കെ ആശാമാരായി. കഴിഞ്ഞ ആഴ്ച പ്രമോഷൻ കിട്ടിയവന് ബിബിൻ ജോർജിന് ഒരു വലിയ കൈയടി കൊടുക്കാം. മലയാള സിനിമയെ നയിച്ചുകൊണ്ടിരിക്കുന്ന ബിബിൻ. ഒന്നുമല്ല, പറ. സലീമേട്ടൻ എന്ന് പറയുമ്പോ മനസ്സിൽ വരുന്ന കാര്യം ആദ്യത്തെ ഡയലോഗ് പറയാ. ഇത്രക്ക് പോപ്പുലറായി എന്താ കണ്ടിട്ട് മനസ്സിലായുള്ള സലീമേട്ടൻ ആ ഒരു മോഡുലേഷനിലല്ല പക്ഷെ ഇപ്പൊ സംസാരിക്കുന്നേ. ആ മോഡുലേഷനിലേ അല്ല, മറ്റേ ഇതുപോലെ അല്ല. അല്ല, ഇതേപോലെയുള്ള, കാരണം ഞാൻ സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ അനുകരിച്ച മനുഷ്യനാണ്. ആണോ? എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളുള്ളൊരു കാര്യമുള്ള എന്ന് വേറെ ഒന്നുകൊണ്ടല്ല, ഞാൻ എപ്പോഴും ആലോചിക്കുമായിരുന്നു സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ അനുകരിച്ച ആളുടെ മുമ്പിൽ തന്നെ സ്ക്രിപ്റ്റ് പറയാൻ പറ്റുക. അതായത് കട്ടപ്പന ഋത്തിക് റോഷനിലൊക്കെ ഡയലോഗുകൾ ഞങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോ ഇവൻ എന്റെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്തതാണ്. എനിക്ക് സ്ക്രിപ്റ്റ് പറഞ്ഞു തന്നെ. ആ വീഡിയോ ഒന്ന് കണ്ടാലോ നമുക്ക്? പെട്ടെന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ബ്രിഡ്ജ് ആക്ടറാ. കണ്ടു നോക്കാം. Wow! A handicapped man walking on a bridge? No!
സഹോദര പ്ലീസ് ദയവായി വണ്ടിയിലേക്ക് കയറിയാലും താങ്കളെ പോകേണ്ട സ്ഥലത്ത് ഞാൻ എത്തിക്കാം. വേണ്ടേട്ടാ, ഞാൻ നടന്നോളാം. അയ്യോ, അങ്ങനെ പറയരുതേ. ദൈവം ഈ സൗകര്യങ്ങളൊക്കെ എനിക്ക് തന്നത് താങ്കളെപ്പോഴുള്ള സഹായിക്കണമല്ലോ. പ്ലീസ് കയറും. പ്ലീസ് വേണ്ടായിരുന്നു. ദൈവമേ, ഞാൻ കൃതാർത്ഥനായി. ഈ ഉച്ചവരെ കൊണ്ട് എങ്ങോട്ടാ? ആശുപത്രി വരെ. ഞാൻ ചെയ്ത ഈ പുണ്യപ്രവർത്തിക്ക് ദൈവം എനിക്ക് എന്തെങ്കിലും തരാതെങ്കില്ല അല്ലേ? ചേട്ടാ വണ്ടി നിർത്തി. ബോസ് വണ്ടി വിടും ബോസ്, വേഗം നമ്മളെ പോലീസ് പിടിക്കും ബോസ്. ബോസ് സലീമേട്ടാ, ഇതില് രണ്ട് പ്രത്യേകതയുണ്ട്. ഒന്ന്, ഞാൻ തന്നെയാണ് സലീമേട്ടൻ ഡബ് ചെയ്ത്, അതായത് സ്പോട്ട് ഡബ് ചെയ്തത് ഞാൻ തന്നെയാണ് എനിക്കും ചെയ്തത്. ആണോ? ഞാൻ കണ്ടു എന്നാ പറയും ബഹുമുഖ പ്രതിഭേനെ എങ്ങനെ വിശേഷിപ്പിക്കും? ഇവനൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. അല്ല, എനിക്ക് മറ്റേത് കൃതാർത്ഥനായി ഞാൻ ആ മോഡുലേഷൻ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കാൻ പറ്റുമോ സലീമേട്ട? എനിക്കത് പറ്റില്ല. പറ്റില്ല അല്ലേ? റീക്രിയേറ്റ് ചെയ്യാനൊന്നും. ക്രിയേറ്റ് ചെയ്യാൻ ഞങ്ങൾ സ്ക്രിപ്റ്റ് ഇങ്ങനെ പറഞ്ഞപ്പോ തന്നെ ഇത് ഫുള്ള് എന്ത് പറ്റി? അല്ല, അത് എല്ലാരും ഇങ്ങനെ ചോദിക്കായിരുന്നു, സലീമേട്ടൻ അത് പറയോ? ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അല്ല, ഞങ്ങൾ ഫുള്ള് ഇത് സ്ക്രിപ്റ്റ് പറഞ്ഞ് ഞങ്ങളുടെ ഈ സലീമേട്ടൻ്റെ ടോണിലാണല്ലോ ഞങ്ങൾ പറഞ്ഞു കൊടുക്കണേ. അപ്പൊ സലീമേട്ടൻ എല്ലാം കഴിഞ്ഞിട്ട് എന്നോടും വിഷ്ണുവിനോടും ചെറിയ ചേഞ്ചൊക്കെ ഞാൻ വരുത്തിക്കോട്ടെ. അല്ല, ഇപ്പൊ വീഡിയോയിൽ ഞങ്ങൾ കണ്ടു വിപിൻ സലീമേട്ടൻ ഇവിടെ തൊട്ടടുത്തിരിക്കുന്നോണ്ടാണ് സലീമേട്ടന്റെ മുഖത്ത് നോക്കി ആ ഒരു പീസ് പറയാൻ പറ്റുമോ? പറ്റുന്ന പോലെ. ആ പീസല്ലേ പറഞ്ഞത്. അല്ല, ആ ഒരു കൃതാർത്ഥനായി ഞാൻ. ദൈവമേ, ഞാൻ കൃതാർത്ഥനായി. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ പറയണത്. പക്ഷെ സലീമേട്ടൻ നേരിട്ട് സംസാരിക്കുമ്പോ ഒരിക്കലും അങ്ങനെയല്ല, വേറൊരു ടോണാണ്. ഒരിക്കലും അല്ല. നേരിട്ട് സംസാരിക്കുമ്പോ തമാശകൾ തന്നെ കുറവാണ് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോ, അല്ലേ സലീമേട്ട? ഞങ്ങള് താത്വികമായിട്ടല്ലേ നമ്മൾ സംസാരിക്കുന്നത്. ആണ്. എന്നാലും ഈ കണ്ണിലാണ് സലീമേട്ടന്റെ ഭാവങ്ങളൊക്കെ ഒളിഞ്ഞിരിക്കുന്നത്. ആ, ഈ കണ്ണിലാണ് എല്ലാ ഭാവം കണ്ണ് തുറന്നിട്ട് പോകും. അല്ല, ഈ കണ്ണിലാണ് സ്ത്രീകളെ ഇത്ര അട്രാക്ട് ചെയ്യുന്നതെന്ന് പറയുന്നില്ല, വിശ്വസിക്കുന്നുണ്ടോ ബിബിൻ? അങ്ങനൊന്നുമില്ല. അത് ഓരോ എൻ്റെ ഈ കണ്ണാണ് എൻ്റെ ഈ ശരീരത്തിലെ ഏറ്റവും മോശപ്പെട്ടുന്ന ഒരു സംഭവം. മത്തക്കണ്ണെന്ന് പറയുമോ അതിനാ. ഇത്രയുള്ള ഒരു ശരീരത്തിൽ വലിയ ഇത്രയുള്ള കണ്ണും വെച്ചിട്ട് അത് പിൽക്കാലത്ത് നന്നായി. എന്നുവെച്ചാൽ നല്ല സമയം വന്നപ്പോൾ എന്ത് സാധനം നന്നാവും, അത്രേ ഉള്ളൂ. അല്ല, മകനും ഇതേ കണ്ണുണ്ട് കേട്ടോ. മകനും ഇതേ കണ്ണുണ്ട്. ചന്തുവിനോട് ഞാൻ പറഞ്ഞു. അതല്ല ബിബിൻ, ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞു നമ്മുടെ വാട്സാപ്പിലൊക്കെ നമ്മൾ അയക്കുന്ന ഇമോജീസ് മൊത്തം സലീമേട്ടന്റെ സലീമേട്ടൻ്റെയാണ് ഏറ്റവും കൂടുതൽ ട്രോളിൽ ഉപയോഗിക്കുന്നതും എല്ലാ കാര്യങ്ങളും. അതെ, ഭാവങ്ങള്. ഓയ്യോ, എന്തോരെ. അതെ, ആർട്ടിസ്റ്റിനെ സഹായിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിൽ ഒന്ന് ഏറ്റവും വലുതാണ് കണ്ണ്. പാർവതി എന്ന് പറഞ്ഞൊരു നടിയുണ്ട്, ജഡമേൻ്റെ വൈഫ്. അവരുടെ കണ്ണ് മാത്രമാണ് അവരുടെ, അല്ലേ, ഒരു പ്ലസ് പോയിന്റ് കണ്ണാണ് അവരുടെ. ചേച്ചി വരും കേട്ടോ ചിലപ്പോ. ചേച്ചിയൊക്കെ വരുന്നുണ്ട്, ചേച്ചി വൈഫൊക്കെ വരുന്നുണ്ട്. ഇവിടെ വരുന്നില്ല അവള്. വരത്തില്ലേ? അല്ല, സലീമേട്ടനെ പറ്റിയിട്ട് ആസ് എ ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് നടൻ എന്നുള്ള രീതിയിൽ ഇപ്പൊ നാഷണൽ അവാർഡ് കിട്ടിയ ആളെ പറ്റി എന്ത് പറയാനും അതിൽ കൂടുതലൊന്നും പറയാനില്ല.